സോളാർ കേസിൽ ബ്രിട്ടാസ് ഇടനിലക്കാരനായത് ലൈംഗിക കേസിൽപ്പെട്ട MLA ആയിരുന്ന ജോസ് തെറ്റയിലിനെ രക്ഷിക്കാൻ അന്നത്തെ LDF കൺവീനർ വൈക്കം വിഷം അറിയാതെ നടത്തിയ നീക്കം ഇപ്പോൾ LDFിൽ വൻ വിവാദമായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പടക്കം വിഷയത്തിൽ പ്രതികരിച്ചതോടെ സോളാർ കേസിൽ ആർക്കുവേണ്ടിയാണ് സമരം പിൻവലിച്ചതെന്ന ചോദ്യം ഉണ്ടായി. സോളാർ കേസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ LDFിന്റെ സമരപന്തലിൽ നിരാഹാരത്തിലായിരുന്ന അന്നത്തെ അങ്കമാലി MLA ആയിരുന്ന ജോസ് തെറ്റയിലിനെ ലൈംഗിക കേസിൽ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. ഇതാണ് സോളാർ സമരം പിൻവലിച്ച് LDF തടിയൂരിയത്. ഇത് LDFിന് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ഉമ്മൻചാണ്ടി മന്ത്രിസഭ 5 വർഷം പൂർത്തിയാക്കുകയും ചെയ്തു. 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സോളാർ കേസിൽ സംസ്ഥാന രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് LDF MLA ആയിരുന്ന ജോസ് തെറ്റയിലിനെതിരെ ലൈംഗികാരോപണ കേസ് ഉണ്ടാകുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ അന്ന് ഉണ്ടാക്കിയില്ലെങ്കിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ പിടിച്ചു നിർത്തുന്നതിൽ ജോസ് തെറ്റയിൽ കേസ് കാരണമായി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDFിന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ UDF സർക്കാർ അടിമുടി പതറിയിരുന്ന സമയത്തായിരുന്നു തെറ്റയിലിന്റെ ലൈംഗികാരോപണ കേസ് ഉമ്മൻചാണ്ടി അറിയുന്നത്. ഉടൻ തന്നെ ഉമ്മൻചാണ്ടി തന്റെ അതീവ വിശ്വസ്തനും തൃക്കാക്കര MLAയുമായ ബെന്നി ബെഹനാനെ ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് ചുമതലപ്പെടുത്തി. ബെന്നി ബെഹനാൻ പരാതിക്കാരിയെ ബന്ധപ്പെടുകയും തെളിവുകൾ ശേഖരിക്കുകയും ജോസ് തെറ്റയിലിനെതിരെ പരാതി നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സോളാർ സമരത്തിൽ സെക്രട്ടേറിയറ്റിലെ സമരപന്തലിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനടക്കമുള്ള CPMന്റെയും LDFന്റെയും നേതാക്കൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ MLA ആയിരുന്ന ജോസ് തെറ്റയിലും സമരപന്തലിൽ നിരാഹാരത്തിലായിരുന്നു. സമരപന്തലിൽ നിന്ന് ജോസ് തെറ്റയിലിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് LDF കൺവീനർ പോലും അറിയാതെ സോളാർ സമരം നിലച്ചത്. എന്നാൽ ലൈംഗികാപവാദ കേസിൽ പരാതിക്കാരിയെ വൻതുക ഓഫർ നൽകി സർക്കാരിനു വേണ്ടി കോൺഗ്രസ് കൂട്ടുപിടിക്കുകയായിരുന്നു. പരാതിക്കാരിക്ക് നൽകാമെന്ന് ഏറ്റ തുക നൽകാത്തതിനാൽ പരാതിക്കാരി ബെന്നി ബെഹനാൻ MLAക്കെതിരെ ആലുവ റൂറൽ SPക്ക് പരാതി നൽകി. പരാതിക്കാരിക്ക് നൽകാമെന്ന് ഏറ്റിരുന്ന 15 കോടിയിൽ 1,28,00,000 നൽകിയത്. ഇതിൽ 28 ലക്ഷം രൂപ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് കിട്ടിയതെന്നും പരാതിക്കാരി SPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ബാക്കി തുക നൽകാതെ ബെന്നി ബെഹനാൻ തട്ടിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് പലതവണ ബെന്നി ബെഹനാനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ പണം തരാതെ തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് 15 കോടി സെറ്റിൽമെന്റ് നടത്തിയതെന്നും അത് വിശ്വസ്തനായിരുന്ന ബെന്നി ബെഹനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞതെന്നും പരാതിക്കാരി പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോഴെല്ലാം ബെന്നി ബെഹനാൻ ഒഴിഞ്ഞുമാറുകയും ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിച്ചെന്നും SPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 2019 ലോക്സഭാ ഇലക്ഷനിൽ പരാതിക്കാരിയെ ബെന്നി ബെഹനാനെതിരെ ചാലക്കുടിയിൽ മത്സരിച്ചിരുന്നു. അപ്പോഴും താൻ ജയിക്കുമെന്നും ജയിച്ചാൽ ഉടൻ പണം തരാമെന്നുമാണ് ബെന്നി ബെഹനാൻ പരാതിക്കാരിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും പരാതിക്കാരിക്ക് പണം നൽകാത്തതിനാലാണ് എറണാകുളം റൂറൽ SPക്ക് പരാതി നൽകിയത്. ഇതിനാണ് തനിക്ക് 15 കോടി രൂപ ഓഫർ ചെയ്തത്. അതിൽ ആദ്യം തന്നെ ബെന്നി ബെഹനാൻ 1 കോടി രൂപ നൽകി. പിന്നീട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇടപെട്ട് 28 ലക്ഷം കൂടി വാങ്ങി നൽകി. അതിനുശേഷം നൽകാമെന്ന് ഏറ്റ തുക നൽകാതെ കോൺഗ്രസ് നേതാക്കൾ തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം.